വഅദദുദ്ദിലാഇ യുഅ്തബറു ബിദ്ദൽവിൽ വസത്തിൽ മുസ്തഅമലി ലിൽആബാരി ഫിൽ ബുൽദാനി. അതായത് ഇപ്പൊ നേരത്തെ പിന്നെ ഒരു ജീവി കിണറ്റിൽ വീണ് ചത്താല് നിശ്ചിത തൊട്ടി വെള്ളം കോരി വറ്റിക്കണ്ട് പറഞ്ഞല്ലേ, 20 മുതൽ 30 വരെ, 30 മുതൽ 40 വരെ. ഇങ്ങനെ കോഴിയൊക്കെ വീണ് ചത്താൽ എന്താണ്, പിന്നെ 40 മുതൽ 60 വരെ തൊട്ടി ബക്കറ്റ് വെള്ളം കോരി വറ്റിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബക്കറ്റിന്റെ അളവ് ഏത് ബക്കറ്റാ ഉപയോഗിക്കേണ്ടത് എന്നോ? 40 ബക്കറ്റ് വെള്ളം കോരി വറ്റിക്കണം എന്ന് പറഞ്ഞാലേ ഏത് ബക്കറ്റ് ഉപയോഗിക്കണം? ബക്കറ്റ് പല ജാതി ഉണ്ടല്ലോ. തൊട്ടി പിന്നെ ഏതാണെന്ന്, അതായത് അതതു ദിലാ, ഈ ദിലാ എന്ന് പറഞ്ഞ ദൽവിന്റെ ബഹുവചന. അപ്പൊ 40 ബക്കറ്റ് വെള്ളം എന്ന് പറയുമ്പോ അതില് ആ ബക്കറ്റ്, ആ തൊട്ടി എന്ന് പറഞ്ഞതിന്റെ അതത് എണ്ണം യുഅ്തബറു, അത് പരിഗണിക്കപ്പെടുന്നതാണ് ബിദ്ദൽവിൽ വസത്തി, വസത്ത് മിതമായ എന്താണ് ദൽവ് ബക്കറ്റ് തൊട്ടി. മിതമായത് എന്ന് പറഞ്ഞാൽ അധികം വലുതുമല്ല അധികം ചെറുതുമല്ല. അൽ മുസ്തഅമലി, ആ വസത്തായ ദൽവ് ഉപയോഗിക്കപ്പെടും ലിൽ ആബാരി, കിണറ്റിന്ന് വെള്ളം കോരാൻ ഉപയോഗിക്കപ്പെടും ഫിൽ ബുൽദാനി, അധിക നാടുകളിലും. അപ്പൊ അധിക നാടുകളിലും, ലോകത്തൊന്നായിട്ട് നോക്കിയിട്ട് അധിക നാടുകളിലും കിണറ്റിന്ന് വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന ഒരു തൊട്ടിയുടെ ഒരു മിതമായ അളവുണ്ടാവും. അപ്പൊ ആ തൊട്ടി ഉപയോഗിക്കാതെ, അങ്ങനെ തന്നെ സാധാരണ എന്ത് ചെയ്യുക, വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന ഒരു മിതമായ അളവ് തൊട്ടി ഉണ്ടല്ലോ, അതാ. വെള്ളം കോരി കിണർ എന്താണ് വൃത്തിയാക്കാനൊക്കെ ചിലപ്പോ കോരുമ്പോ വലിയ ബക്കറ്റ് ഉപയോഗിക്കുക. കാരണം എന്താ, വേഗം കോരി തീരണ്ടേ. അതല്ല, സാധാരണ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന ഒരു മിതമായ ബക്കറ്റ് തൊട്ടി, ഇതാണ് പരിഗണിക്കുക എന്ന് പറയും. അദ്ദൽവുൽ വസത്ത് എന്ന, വസത്ത് എന്ന് പറഞ്ഞാല് ആ നടുവിലുള്ളത്, വലുതുമല്ല ചെറുതുമല്ലാത്തത്. പിന്നെ അൽ മുസ്തഅമലി ലിൽ ആബാരി എന്ന് പറഞ്ഞാൽ അധിക കിണറുകളിലും അധിക നാടുകളിലും ഉപയോഗിക്കുന്ന തൊട്ടി, ഇതാണ് പരിഗണിക്കേണ്ടത് എന്നാണ് ഇവിടെ എങ്ങനെ പറഞ്ഞത്. എന്നാല് അതിനേക്കാൾ എളുപ്പമുള്ളതാണ് ഹിദായയിൽ പറഞ്ഞത്. ഹിദായയിൽ പറഞ്ഞത് ആ കിണറ്റിൽ ഉപയോഗിക്കുന്ന തൊട്ടി എന്നാണ്, ആ കിണറ്റിൽ ഉപയോഗിക്കുന്ന തൊട്ടി. ഹിദായയിൽ പറഞ്ഞ സുമ്മൽ മുഅ്തബറു ഫീ കുല്ലി ബീരിൻ ദൽവു ഹല്ലത്തി യുസ്തഖാ ബിഹാ മിൻഹാ. ആ കിണറ്റിൽ സാധാരണ ഉപയോഗിക്കുന്ന തൊട്ടി ബക്കറ്റ് ഏതാണോ അതാണ്. എന്നാ പിന്നെ എന്താണ്, ലോകത്ത് ഉപയോഗിക്കുന്നതില് മിതമായത് ഏത് എന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ കിണറ്റിന്ന് ആ കിണറ്റിന്ന് വെള്ളം കോരാൻ വലിയ തൊട്ടിയാണ് ഉപയോഗിച്ചോണ്ടിരുന്നത്. അപ്പൊ വലിയ തൊട്ടി തന്നെ ഉപയോഗിക്കണോ? ചെറുതാണെങ്കിൽ ചെറുത് ഉപയോഗിക്കണോ? എന്നിട്ട് ആ ചെറുത് കൊണ്ട് 40 ബക്കറ്റ് അല്ലെങ്കിൽ 60 ബക്കറ്റ്, അല്ലെങ്കിൽ അമിതമായതാണ് അവിടെ ഉപയോഗിച്ചോണ്ടിരുന്നത്. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന തൊട്ടി ഏതാണ്? ഇരുമ്പിന്റെ ആണോ, പാളയുടെ ആണോ, പ്ലാസ്റ്റിക്കിന്റെ ആണോ? അതാ തന്നെ. പിന്നെ ഫൈൻ നുസിഹ മിൻഹാ ബിദൽവിൻ അലീമിൻ. അപ്പൊ എന്ത് ചെയ്ത്, ഈ 40 ബക്കറ്റ് അല്ലെങ്കിൽ 20 ബക്കറ്റ് കോരണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ 20 ബക്കറ്റ്, സാധാരണ മിതമായ 20 ബക്കറ്റ് കൊള്ളുന്ന വെള്ളം ഒരൊറ്റ വലിയ തൊട്ടി കൊണ്ടാണ് മുക്കിയെടുത്താലോ. 20 ബക്കറ്റ് കൊണ്ട് ഒരു 100 ലിറ്റർ വെള്ളമാണ് കോരാൻ പറ്റുക എന്നുണ്ടെങ്കിൽ, അപ്പൊ 100 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു തൊട്ടി ഇറക്കിയിട്ടുണ്ട്, ഒറ്റ തവണയായിട്ടാണ് വെള്ളം കോരി. എന്നാ മതിയാവോ? അതായത് പറയുന്നത് ഫൈൻ നുസിഹ മിൻഹ, ആ കിണറ്റിൽ നിന്ന്, ബീർ എന്നുള്ള മുഅന്നസാ, അതുകൊണ്ട് മിൻഹ എന്ന് പറഞ്ഞ, കിണറ്റിൽ നിന്ന് കോരി വറ്റിച്ചു ബി ദൽവിൻ അലീമിൻ, വലിയൊരു തൊട്ടി കൊണ്ട് ഒറ്റത്തവണയായിട്ട് കതുറുമായ 20 ദൽവൻ, 20 എന്താണ് ബക്കറ്റ് കൊള്ളുന്ന, അതിന് വിശാലമാകുന്ന അളവ്. അപ്പൊ 20 ബക്കറ്റിന്റെ അളവ് ഒറ്റത്തവണയായി വലിയൊരു ബക്കറ്റ് കൊണ്ട് കോരിയാൽ, ആ 20 എന്ന് പറഞ്ഞത് മിനദ്ദൽവിൽ വസത്തി, നേരത്തെ പറഞ്ഞ ആ മിതമായ തൊട്ടി അനുസരിച്ച്, ബക്കറ്റ് അനുസരിച്ച് 20 ബക്കറ്റ് വെള്ളം ഒറ്റ വേറെ വലിയൊരു തൊട്ടി ഉപയോഗിച്ച് എന്ത് ചെയ്തു, കോരി വറ്റിച്ചാൽ ഉഹ്തുസിബ ബിഹി, ആ കണക്ക് എന്താണ്,
ആ അളവുണ്ടല്ലോ, ആ അളവ് കൊണ്ട് കണക്കാക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ 20 വട്ടം കോരുക എന്നുള്ള ഉദ്ദേശമല്ല, അത്രയും വെള്ളം എന്താണ് കോരി മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത്രയും വെള്ളം കോരി മാറ്റാൻ 2 വട്ടായിട്ടോ 4 വട്ടായിട്ടോ 10 വട്ടായിട്ടോ 1 വട്ടായിട്ടോ കോരിയാലും മതിയാവും എന്നാ. അപ്പൊ തുസിബ ബിഹി ആ അളവ് കൊണ്ട് മതിയാക്കപ്പെടുന്നതാണ്. പിന്നെ ഇനി വൈങ്കാനത്തിൽ ബീറുമഴീനൻ, അതായത് ഈ കിണർ ഫുള്ള് കോരി വറ്റിക്കണം എന്ന് പറഞ്ഞാൽ അത് ഉറവില്ലെങ്കിലേ ഫുള്ള് കോരി വറ്റിക്കാൻ പറ്റുള്ളൂ. നല്ല ഉറവുള്ള കിണറാണെങ്കിൽ ഇവിടെ 1 ബക്കറ്റ് കോരുമ്പോ അപ്പുറത്ത് 2 ബക്കറ്റ് അതിലേക്ക് വന്നോണ്ട് അപ്പൊ കോരി വറ്റിക്കൽ നടക്കൂലല്ലോ. 20 ബക്കറ്റ് വെള്ളം കോരാനാണെങ്കിൽ നടക്കും. 20 ബക്കറ്റ് വെള്ളം കോരിയാൽ മതിയല്ലോ. അതിൽ പിന്നെ ബാക്കി എത്ര ഉണ്ട് എന്നുള്ളത് നോക്കണ്ട. പൂർണ്ണമായും കോരി വറ്റിക്കണം എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ടല്ലോ, മനുഷ്യന് അല്ലെങ്കിൽ എന്താണ് നായ ഒക്കെ വീണ് മരിച്ചു കഴിഞ്ഞാൽ ചത്താൽ എന്താണ് കിണർ പൂർണ്ണമായും കോരി വറ്റിക്കണം. അല്ലെങ്കിൽ ഇനി ചെറിയ ശവം ചത്തതാണെന്നുണ്ടെങ്കിൽ അത് വീർത്തു പോവുകയോ അല്ലെങ്കിൽ അത് ഉടഞ്ഞ് വെള്ളത്തിൽ ലയിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, കലങ്ങുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കിണർ ഫുള്ള് കോരി വറ്റിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മൈനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉറവ് പൊട്ടുന്ന എന്താണ് അടിയിൽ നിന്ന് വീണ്ടും വീണ്ടും വെള്ളം ഉറവ് പൊട്ടിക്കൊണ്ടിരിക്കുന്ന കിണറാണെങ്കിൽ ഫുള്ള് കോരി വറ്റിക്കാൻ കഴിയൂല. അപ്പൊ എന്ത് ചെയ്യുന്ന ഞാൻ പറയുന്നത്, വൈങ്കാനത്തിൽ ബീറും മഴീനൻ. മഴീനൻ എന്ന് പറഞ്ഞാല് അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം എന്താണ് ഉറവ പൊട്ടിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ ലാ തുൻസഹു, അത് കോരി വറ്റിക്കാൻ കഴിയില്ല. അതിന്റെ വെള്ളം എന്താണ് പൂർണ്ണമായും വറ്റിക്കാൻ കഴിയൂല. അങ്ങനെ കഴിയാത്തതാണെങ്കിൽ ലാ തുൻസഹു എന്ന് പറഞ്ഞാൽ ജവാബല്ല, അത് അതിന്റെ സിഫത്താ. ഇൻകാനത്തിൽ ബീറും മഴീനൻ ലാ തുൻസഹു. വഖദ് വജബ നസ്ഹു മാ ഫീഹാ, ഏതവസ്ഥയില് ആ കിണറ്റിലുള്ള വെള്ളം മുഴുവൻ കോരി വറ്റിക്കൽ നിർബന്ധമാകുകയും ചെയ്തു. ഹാലിയായിട്ടാ. അപ്പൊ ഈ അവസ്ഥയിൽ കിണറിന്റെ അവസ്ഥയാണെങ്കിലോ പൂർണ്ണമായും കോരി വറ്റിക്കാൻ പറ്റൂല. അപ്പൊ എന്താക്കണം, അഖ്റജു മിഖ്ദാറ മാ കാന ഫീഹാ മിനൽ മായി, അവര് എന്താണ് ഇഖ്റാജ് ചെയ്യണം, കോരി ഒഴിവാക്കണം. എത്ര കോരി ഒഴിവാക്കണം? മിഖ്ദാറമാ, ഒരു വെള്ളത്തിന്റെ അളവ്, കാന ഫീഹ കിണറ്റിൽ ഉണ്ടായിരുന്നു, മിനൽ മായി ആ വെള്ളത്തിനാൽ ആ കിണറ്റിൽ ഉണ്ടായിരുന്ന ആ വെള്ളത്തിന്റെ അളവ് കോരി വറ്റിക്കണം. അപ്പോ എന്താണ് ഈ നജസ് വീണ സമയത്ത് 5000 ലിറ്റർ വെള്ളമാണ് കിണറ്റിലുള്ളത്, എന്നാലും അത്രയും കോരി വറ്റിക്കുക. അപ്പൊ അത്രയും കോരി വറ്റിക്കുമ്പോഴത്തേക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കും അല്ലെ. അവ വന്നോട്ടെ, ആ സമയത്ത് എത്ര ഉണ്ടായിരുന്നു അത്രയും കോരി വറ്റിച്ചാൽ മതി എന്നാണ്. പിന്നെ അപ്പൊ അതിപ്പോ അത്രയും അളവെങ്ങനെ നോക്കുക? ആ അളവ് ഇപ്പൊ ഏകദേശം ഒന്ന് കണക്കാക്കണം. ഇവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞാല് ലുബാബില് പറയുന്ന അതുപോലെ ഒരു കുഴി ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, അത്രയും ആ കുഴിയിലേക്ക് വെള്ളം കോരി നിറക്കാന്ന്, അങ്ങനെ ആക്കാം. അല്ലെങ്കിൽ അളന്ന് നോക്കിയിട്ട്, ഇപ്പൊ അളക്കാനൊക്കെ മാർഗം ഉണ്ടല്ലോ, വെള്ളം എത്ര ഉണ്ട് അളന്ന് നോക്കിയിട്ട് എന്താക്കാം, ആ അളവിനുള്ളതനുസരിച്ച് വെള്ളം കോരി വറ്റിച്ചാൽ മതി, അങ്ങനെ ആക്കാം. പിന്നെ അപ്പൊ ഈ പറഞ്ഞതാണ് അവിടെ റാജിഹായ അഭിപ്രായം. വഖദ് റുവിയാൻ മുഹമ്മദ് ബിൻ ഹസൻ റഹിമഹുല്ലാഹു തആല അന്നഹു ഖാല യുൻസഹു മിൻഹാ മിഅത്ത ദൽവിൻ ഇലാ 300 ദൽവിൻ. ഇങ്ങനത്തെ സാഹചര്യത്തില് എന്ത് ചെയ്താൽ മതി, ഒരു 200 തൊട്ടി മുതൽ 300 തൊട്ടി വരെ വെള്ളം കോരി വറ്റിച്ചാൽ മതി എന്ന് ഇമാം മുഹമ്മദ് അഷ്ശൈബാനി സാഹിബൈനി എന്ന് പറയുന്ന ഇമാമുൽ ആദം അബൂ ഹനീഫ റഹിമഹുള്ളാഹിന്റെ 2 ശിഷ്യന്മാരില് പെട്ട മുഹമ്മദ് ബിൻ ഹസനാണ് അവരുടെ ഫത്വ ഉണ്ട് അങ്ങനെ എന്നാ. അപ്പോ ഇവിടെ വഖദ് റുവിയ അൻ മുഹമ്മദ് ബിൻ ഹസൻ, ഈ അൻ എന്നിങ്ങനെ പറയും ചിലപ്പോ, അൻഹു അല്ലെങ്കിൽ അനിൽ അൻ നബി ഹനീഫ, ഇങ്ങനെ റുവിയ അൻ നബി ഹനീഫ അല്ലെ ഹുക്കിയ അൻ നബി ഹനീഫ, ഇങ്ങനെ റുവിയ ഹുക്കിയ ഒക്കെ ഫേല് പറഞ്ഞിട്ടും പറയാതെയും ചിലപ്പോ അൻ എന്ന് പറയും. അത് എന്താണ് റാജിഹായ അഭിപ്രായം അല്ലാതിരിക്കുമ്പോഴാണ്, ആ റിവായത്ത് അല്ലെങ്കിൽ ആ ഹിക്കായത്ത് സ്ഥിരപ്പെടാതിരിക്കുമ്പോഴാണ്, ഉറപ്പാകാതിരിക്കുമ്പോഴാണ് റുവിയ ഹുക്കിയ എന്നൊക്കെ പറയാ. എന്നാൽ അവരുടെ അഭിപ്രായമായി സ്ഥിരപ്പെട്ട സ്ഥലത്ത് എന്താ പറയാ, ഒന്നീ കാല എന്ന് പറയും, അല്ലെങ്കിൽ ഇന്ദ എന്നാ പറയാ. ഇന്ദ മുഹമ്മദ് ബിൻ ഹസൻ എന്ന് പറഞ്ഞാല് ഇവരുടെ അഭിപ്രായമായിട്ട് ആ ഉറപ്പായ സ്ഥിരപ്പെട്ട അഭിപ്രായം ആകുമ്പോ ഇന്ദ മുഹമ്മദ് അല്ലെങ്കിൽ ഇന്ദ അബി ഹനീഫ അല്ലെങ്കിൽ ഇന്ദ അബി യൂസുഫ് എന്നിങ്ങനെ
ഇന്ദയാണ് പറയുക. അപ്പൊ ഇന്ദ എന്ന് പ്രയോഗിക്കുന്നതും അൻ എന്ന് പ്രയോഗിക്കുന്നതുമായിട്ട് ഈ ഫിക്കിന്റെ കിതാബില് വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? യുൻസഹു മിൻഹ, ആ കിണറ്റിൽ നിന്ന് കോരി വറ്റിക്കുക എന്ന് പറഞ്ഞതായി റിവായത്ത് ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് മിയത്താ ദൽവിൻ, എത്ര കോരി വറ്റിക്കുക? 200 തൊട്ടി. ഇലാ സലാസി മിയത്തി ദൽവിൻ, 300 തൊട്ടിയാണ്. അപ്പൊ 200 നിർബന്ധമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ, രണ്ടളവ് പറഞ്ഞപ്പോ പറഞ്ഞല്ലോ. ചുരുങ്ങിയത് നിർബന്ധമാണ്. 300 ആക്കിയാലോ നല്ലതാണ് എന്നിങ്ങനെ ആണ് പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ അപ്പൊ ഇങ്ങനെ റിവായത്ത് ചെയ്യപ്പെടുന്നുണ്ട്. ബഗ്ദാദിലെ കിണറുകൾ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് അവര് ഫത്വ കൊടുത്തു എന്നാ പറയുന്നത്. പിന്നെ ബഗ്ദാദിൽ എന്താ പ്രശ്നം? അത് ഈ ദിജില എന്ന് പറഞ്ഞ യൂഫ്രട്ടീസ് നദീന്റെ കരയിലാണ് എന്ത് കിണറുകൾ അധികം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അവിടെ മൈനായ കിണറാ, വെള്ളം ഇങ്ങനെ വരും, കോരിയെ വറ്റിക്കാൻ കഴിയൂല, കടൽ നദീതീരത്തായതുകൊണ്ട്. പിന്നെ ഇതാ ഉചിത ഫിൽ ബീരി. ഇനി വേറെ മസല പറയാം. അതായത് ഒരു കിണറ്റിൽ ചത്ത എലി കിടക്കുന്നുണ്ട്, അല്ലെ ചത്ത പൂച്ച, ഒരു ജീവി ചത്ത കിടക്കുന്നുണ്ട്. ഇത് എപ്പോഴാ വീണെന്ന് അറിയില്ല. നമ്മൾ നേരത്തെ മസല പറഞ്ഞത് വീണ് ചത്തു എന്നാ. അപ്പൊ ചാടുന്നത് കണ്ടതാ, അതിലേക്ക് പോയി ചാടുന്ന കണ്ടതാണ്. എന്നിട്ട് പിന്നെ നോക്കിയപ്പോ ചത്തതാ. അപ്പൊ എപ്പോഴാന്ന് അറിയുന്ന രൂപ. ഇത് ചത്ത് കിടക്കുന്ന കണ്ടതാണ്. അപ്പൊ എന്താക്കുന്ന മസല? വൈദാവുചിത ബിൽ ബീരി, ഒരു കിണറ്റില് കണ്ടാൽ, എത്തിക്കപ്പെട്ടാൽ, ഫഹറത്തിന് ഒരു എലി ചത്ത് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എലി അല്ലാത്ത മറ്റെന്താണ് ജീവികൾ, നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ഫസാദാക്കുന്ന ജീവികൾ, വെള്ളം കൊരിവറ്റിക്കണം എന്ന് പറഞ്ഞില്ലേ, വ്യത്യസ്ത അളവനുസരിച്ച്. ഇങ്ങനെ വെള്ളത്തിന് കേടുവരുത്തുന്ന ചത്ത ജീവികൾ കിടക്കുന്നത് കണ്ടു. വലാ യദുറൂന മത്താ വഖഅത്ത്, അവർക്കറിയുന്നില്ല എപ്പോഴാണിത് വീണത് എന്നുള്ളത് അറിയുന്നില്ല. പിന്നെ വലം തന്തഫിഹ്, അത് അറിയുന്ന രൂപം ഉണ്ടാവും. അറിയുന്ന രൂപം എന്ന് പറഞ്ഞാല് കിണറിന് അടപ്പുണ്ട്, അത് അടച്ചു വെച്ചിരുന്ന ടാങ്കിനൊക്കെ അടപ്പുണ്ടാവുമല്ലോ, സാധാരണ അടച്ചതാ. പിന്നെ എന്താണ്, ഇന്നലെ രാത്രി തുറന്നു വെച്ചെന്ന് വെച്ചോളി, എന്നിട്ട് ഇന്ന് രാവിലെ നോക്കുമ്പോ ചത്ത കിടക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ ഇപ്പൊ തുറന്നതിന് ശേഷമാണല്ലോ, ഉറപ്പാണല്ലോ. അപ്പൊ അങ്ങനെ സാധ്യത ഉണ്ട്. അപ്പൊ അതാ പറഞ്ഞ അറിയുന്നില്ല, അങ്ങനെ എപ്പോഴാ വീണത് എന്നുള്ളത് അറിയുന്നില്ല. വലൻ തന്തഫിഹ് വലൻ തതഫസ്സഹ്, അത് ആ ജീവി ചത്തത് അത് വീർത്തിട്ടില്ല. വീർക്കണേ കുറച്ച് ദിവസം കഴിയുമല്ലോ. അപ്പോ കുറെ ദിവസം ആയിട്ടില്ല വീണിട്ട് എന്നർത്ഥം. വലൻ തത്തഫസ്സഹ്, അത് ഉടന്ന് എന്ത് ചെയ്തിട്ടില്ല, ഈ വെള്ളത്തില് കലങ്ങിയിട്ടുമില്ല. എന്നാൽ ആദു സ്വലാത്ത യൗമിൻ വലൈലത്തിൻ ഇദാ കാനു തവല്ലഉ മിൻഹാ വഗസലു കുല്ല ഷൈഇൻ അസാബഹു മാഉഹാ. അപ്പോ ഇങ്ങനെ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഒതുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്, വസ്ത്രം കഴുകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഒന്നും ചെയ്തിട്ടില്ലേ കുഴപ്പമില്ല, അതവിടെ കിടന്നാലും കുഴപ്പമില്ല. അപ്പോ ഇതാക്കാനു തവല്ലഉ മിൻഹ, അവരാ കിണറ്റിൽ നിന്ന് ഒതുണ്ടാക്കി, ഹദസിനെ തൊട്ട് ഒതുണ്ടാക്കി നടത്തും. എന്നാൽ ഒരു ദിവസത്തെ നിസ്കാരം മടക്കണം. ആദു സലാത്ത യൗമിൻ വലൈലത്തിന്, ഒരു ദിവസത്തെ നിസ്കാരം മടക്കി സ്ഥിരിക്കണം. പിന്നെ വഗസലു, അവര് കഴുകുകയും വേണം. എന്ത് കഴുകണം? കുല്ല ഷൈഇൻ അസാബഹു മാഉഹാ, ഈ കിണറ്റിലെ വെള്ളം എവിടെല്ലാം പറ്റിയിട്ടുണ്ടോ, തട്ടിയിട്ടുണ്ടോ, അതെല്ലാം കഴുകണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വസ്ത്രമൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കൊണ്ട് കഴുകിയ എല്ലാ വസ്ത്രവും വീണ്ടും കഴുകണം. അല്ലെങ്കിൽ അത് ഒതുവെടുത്തിട്ട് ഇയാള് പെരേ കൂടിയൊക്കെ നടന്ന്, അല്ലെങ്കിൽ കുളിച്ച് ശരീരത്ത് നനവോടുകൂടെ പോയി ബെഡിലിരുന്ന്, എന്നാലും പിന്നെ അതെല്ലാം കഴുകണം. എവിടെല്ലാം തട്ടിയിട്ടുണ്ടോ വീടൊക്കെ കഴുകേണ്ടി വരും. ഒരു ദിവസത്തെ നിസ്കാരവും എന്ന പോലെ ഒരു ദിവസത്തിനുള്ളിൽ തട്ടിയത്. ഖസലു കുല്ല ഷൈഇൻ അസാബഹു മാഉഹാ എന്ന് പറഞ്ഞില്ലേ, അത് ഒരു ദിവസത്തിനുള്ള അതിന്റെ ഇടയിൽ ഉപയോഗിച്ച എല്ലാം കഴുകണം. പിന്നെ അപ്പൊ ഹദസിനെ തൊട്ടുള്ള ഉണ്ടാക്കി എന്നല്ലേ പറഞ്ഞ?
അപ്പൊ ഹദസ് ഇല്ലാതെ ഒന്നും ഉണ്ടാക്കിയെങ്കിലോ അപ്പൊ പിന്നെ നിസ്കാരം മടക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി വൈങ്കാനത്ത് കതിന്തഫഹത്ത്, അപ്പൊ ഈ നജസ് വീർത്തിട്ടുണ്ട്, ഈ ചത്തത് വെള്ളത്തിൽ കിടന്നാൽ ചത്ത കിടന്നാൽ വീർക്കുമല്ലോ, അങ്ങനെ വീർത്തിട്ടുണ്ട്. ഔ തഫസ്സഹത്ത്, അല്ലെങ്കിൽ അത് വീർത്തല്ല, അത് കലങ്ങിയിട്ടുണ്ട്, വെള്ളത്തില് ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്, കലങ്ങിയിട്ടുണ്ട്. എന്നാൽ എന്താക്കണം? ആദു സലാത്ത സലാസത്തി അയ്യാമിൻ, അപ്പൊ 3 ദിവസത്തെ നിസ്കാരം മടക്കണം. ദിവസം എന്ന് പറഞ്ഞത് പകല് മാത്രല്ല, വലയാലിഹ 3 ദിവസത്തെ പകലും രാത്രിയും. ഫി ഖൗലി അബി ഹനീഫത്ത റഹിമഹുല്ലാ, അബൂ ഹനീഫ റഹിമഹുല്ലാന്റെ കൗലനുസരിച്ച്. അതാണ്, ഇത് സ്ഥിരപ്പെട്ട കൗലാണ്, അപ്പൊ അതുകൊണ്ടാ ഫി ഖൗലി അബി ഹനീഫ എന്ന് പറയും. പിന്നെ വഖാല അബൂ യൂസുഫ് മുഹമ്മദ് റഹിമഹുമല്ലാഹു തആല, സാഹിബാനി എന്നാണ് ഇവർ രണ്ടാളെ കുറിച്ച് പറയാ. അബൂ യൂസുഫ് മുഹമ്മദ് എന്ന് പറഞ്ഞത് ഹനഫി മദ്ഹബിൽ ഇമാമുൽ ആലമിനെ കഴിച്ചാൽ പിന്നെ അവരുടെ വാക്കുകളാണ് ഫത്വക്ക് സ്വീകരിക്കുക. അപ്പൊ അവരെ കുറിച്ച് സാഹിബാനി എന്നാ പറയാ. അബൂ ഹനീഫ ഇമാമിനെ കുറിച്ചും അബൂ യൂസുഫ് എന്നവരെ കുറിച്ച്, അവർ രണ്ടാളെ കുറിച്ച് ഷെയ്ഖാനി എന്നാ പറയാ. പിന്നെ ഈ അബൂ ഹനീഫ ഇമാമും മുഹമ്മദ് എന്നവരെ കുറിച്ച്, അവർ രണ്ടാളെ കുറിച്ചും തൊറഫാനി എന്ന് പറയാം, രണ്ടറ്റം, തൊറഫാനി എന്ന് പറയും. അപ്പൊ അത് ചിലപ്പോ ഫിക്കിന്റെ, ഈ ഹനഫി ഫിക്കിന്റെ കിതാബിന്റെ ഇടയിൽ വരും. ഇന്ദ സാഹിബൈൻ, ചില അധികം ലമീറായിട്ടാ പറയാ, ഇന്ദഹുമാ എന്നാ പറയാ. ഇന്ദഹുമ എന്നിങ്ങനെ മുഫ്രദിന്റെയും തസ്നിയന്റെയും ലമീറായിട്ടാണ് അധികം പറയാ. അപ്പൊ മുഫ്രദിന്റെ ലമീർ ഇമാമുൽ ആലമിനെ ഉദ്ദേശിച്ചും തസ്നിയന്റെ ലമീർ സാഹിബൈനെ ഉദ്ദേശിച്ചാണ് പറയാ. പിന്നെ അപ്പൊ ഇവർ രണ്ടാളും പറഞ്ഞു എന്ത്? ലൈസ അലൈഹിം ഇആദത്തു ഷൈഇൻ, എന്താണ്? ഒന്നും മടക്കണ്ട. അപ്പൊ ഈ പറഞ്ഞ 1 ദിവസത്തിന്റെ അവിടെയും വേണ്ട, അല്ല എന്ത് ആദ്യം പറഞ്ഞ 1 ദിവസം, അതായത് ഉടഞ്ഞു ചേരാത്തടത്തും എന്ന പോലെ വെള്ളം കയറി വീർക്കാത്ത സ്ഥലത്തും അവിടെ 1 ദിവസം മടക്കണം എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ സംഭവിച്ച 3 ദിവസം മടക്കണം എന്ന് പറഞ്ഞു. ഈ 2 സ്ഥലത്തും ഒന്നും മടക്കണ്ട എന്നാണ് സാഹിബേന് പറഞ്ഞത്. ലൈസ അലൈഹിം, ഇവരുടെ മേൽ നിർബന്ധമില്ല, ഇആദത്തു ഷൈഇൻ, ഒന്നും മടക്കേണ്ടതില്ല. ഹത്താ യതഹഖഖൂ മതാ വഖഅത്ത്, എപ്പോഴാണ് എന്ന് ഉറപ്പാകുന്നത് വരെ. എന്തെപ്പോഴാണ്? ഈ ചത്ത് വീണത് എപ്പോഴാണ് എന്ന് ഉറപ്പാകുന്നവരെ ഒന്നും മടക്കണ്ട. അപ്പൊ ഉറപ്പായാലോ അതിന്റെ ശേഷമുള്ള മടക്കണം എന്നാണ്. അത് യഖീന് എന്താണ്? സംശയം കൊണ്ട് നീങ്ങൂല എന്ന കായികയെ അടിസ്ഥാനപ്പെടുത്തിയാ പറഞ്ഞത്. അല്ല, ഇപ്പൊ സംശയമല്ലേ ഉള്ളൂ. അതായത് ഈ ഒതു എടുത്തതിന് ശേഷമാണോ ഈ നജസ് വീണത്, അതിന് മുമ്പാണോ എന്നുള്ളത് അറിയുന്നില്ല, എപ്പോഴാ വീണെന്ന് അറിയാത്തോണ്ട്. അപ്പൊ അതിന് മുമ്പാണോ വീണത് എങ്കിൽ എന്തായി? ഇയാളെ നേസായ ഒതു കൊണ്ടാണ്, വെള്ളം കൊണ്ടാണ് ഒതു എടുത്തത്, നിസ്കരിച്ചത്. അപ്പൊ മടക്കണം, നിസ്കാരം ശരിയായിട്ടില്ല. അതിപ്പോ ഉറപ്പല്ലല്ലോ, സംശയമല്ലേ. അപ്പൊ സംശയത്തിന്റെ പേരിൽ ഒന്നും മടക്കണ്ട, ഉറപ്പായെങ്കിൽ മടക്കിയാൽ മതി എന്നാണ് ഈ സാഹിബൈന് പറഞ്ഞത്. മുഹമ്മദ് ഷെയ്ബാനി എന്ന് പറഞ്ഞ ഇവര് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഉസ്താദുമാരെപ്പെട്ട ആളാ. അങ്ങനെയാണ് ഇമാമുൽ ആലമിലേക്ക് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഉസ്താദിയത്ത് ചേരുന്നത്. ഈ മുഹമ്മദ് ഷെയ്ബാനി എന്ന് പറഞ്ഞവര് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ്. പിന്നെ അപ്പൊ ഇവിടെ ഏതാ കൗല്? പിന്നെ പല ഇമാമിയങ്ങളും പറഞ്ഞത് ഈ സാഹിബൈന്റെ കൗലാണ് ഇവിടെ മുഖ്താർ എന്ന. പിന്നെ എന്നാല് ചിലരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മുഖ്താർ അങ്ങനെ മടക്കണം എന്ന വിശദീകരണം പറഞ്ഞ അത് തന്നെ. ഇനി പറയുന്നത് ഈ കുടിച്ച വെള്ളം, ആ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി ശുദ്ധി ഉണ്ടോ ഇല്ലേ എന്നുള്ളതാ. അതിപ്പോ ഒതുവെടുക്കുന്നിടത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ബക്കറ്റിൽ അല്ലെങ്കിൽ കുടത്തിലൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിങ്ങനെ തുറന്നിരുന്നാൽ പൂച്ച വന്ന് തലയിട്ടിട്ടുണ്ടാവും, കുടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനി അതിന്റെ ബാക്കി വെള്ളം കൊണ്ട് ഒതുണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ചിലപ്പോ എന്താണ് മനുഷ്യൻ തന്നെ കുടിച്ച ബാക്കി വെള്ളമാവും. കുട്ടികളൊന്ന് എന്താണ് അതിൽ നിന്ന് കുറച്ച് വലിച്ചു കുടിച്ചാല് അപ്പൊ അതിപ്പോ മനുഷ്യൻ കുടിച്ച വെള്ളത്തിന്റെ ബാക്കിയല്ലേ, അതുകൊണ്ട് ഒതുണ്ടാക്കാൻ പറ്റുമല്ലേ? ഇങ്ങനെ സുറിന്റെ ഹുക്കുമാ പറയുന്നത്. അപ്പൊ സുറുൽ ആദമി, സുറ് എന്ന് പറഞ്ഞാൽ കുടിച്ചതിന്റെ ബാക്കി വെള്ളത്തിനാണ് സുറ് എന്ന് പറയാം. സുറുൽ മൂമിന് ഷിഫാഉൻ എന്നുണ്ടല്ലോ.
മൂമിനായ മനുഷ്യൻ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി വെള്ളത്തിൽ ശിഫ ഉണ്ട്. അപ്പൊ മനുഷ്യൻ കുടിച്ചതിന്റെ ബാക്കി വെള്ളം, അപ്പൊ അത് വലിയ ബക്കറ്റിൽ വെള്ളം മുക്കിയെടുത്ത് ഇയാൾ ഒതെടുക്കാൻ പോവാ. അപ്പൊ എന്താ, ഇയാൾക്ക് ദാഹിക്കുന്ന സമയം അതിൽ നിന്ന് കുറച്ചാണ്ട് കുടിച്ചു. ഇനിയിപ്പോ ബാക്കിയുള്ള ബക്കറ്റിലെ വെള്ളത്തിൽ നിന്ന് ഒതുണ്ടാക്കാൻ പറ്റുമില്ലേ? പറ്റും. താഹിറാണെന്ന് പറഞ്ഞു. സൂറുൽ ആദമി, മനുഷ്യന്റെ സൂറ്, മനുഷ്യനാരായാലും മൂമിനായാലും കാഫിറായാലും അല്ല, ആദമി എന്നല്ലേ. പിന്നെ വമാ യൂക്കലു ലഹമുഹു, ഇറച്ചി തിന്നല്, മാംസം തിന്നല് അനുവദനീയമായ ജീവിയുടെ സൂറും. അപ്പോ ആട്, പോത്ത്, കാള, പശു, എരുമ, ഈ പറഞ്ഞ എല്ലാം എന്താണ്, കുടിച്ചതിന്റെ ബാക്കി താഹിറുൻ, അത് താഹിറാണ്. അപ്പൊ പൂച്ച വരും, സൂറുൽ ഹിറത്ത് വരുന്നുണ്ട്. അപ്പൊ പൂച്ചന്റെ ഇറച്ചി തിന്നാൻ പറ്റൂലല്ലോ അല്ലെ. അപ്പൊ ഇപ്പൊ പറഞ്ഞത് ആദമീന്റെയും മായൂക്കലു ലഹമുഹു, അതിന്റെ മാംസം ആർക്ക് തിന്നാന്ന? മനുഷ്യന്മാർക്ക്, നമുക്ക് തിന്നാ, അനുവദനീയായ മൗക്കൂലാത്തായ ജീവികൾ. അപ്പോ എന്താണ്, വെള്ളം കോരി വെച്ച് ബക്കറ്റിൽ കുളിക്കാൻ പോവാണ്, അല്ലെ ഒതെടുക്കാൻ പോവാ. അപ്പൊ ആട് വന്ന് കുറച്ചാണ്ട് കുടിച്ച്, കുഴപ്പമില്ല, ഇത് ബാക്കിയുണ്ട് ഒതുണ്ടാക്കാം. പിന്നെ വസൂറുൽ കൽബി വൽ ഖിൻസീരി വസിബാഇൽ ബഹായിമി നജസുൻ, കെൽബിന്റെ സൂറ്, നായ കുടിച്ചതിന്റെ ബാക്കി, ഖിൻസീർ പന്നി കുടിച്ചതിന്റെ ബാക്കി, വസിബാഇൽ ബഹായിമി മൃഗങ്ങളിൽ നിന്ന് ഹിംസ്ര ജീവികൾ. സിബാഴ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ, എര പിടിക്കുന്ന ജീവിക്കാണ് അങ്ങനെ സിസബുഴ് എന്ന് പറയാ, അതിന്റെ ബഹുവചനാണ് സിബാഴ്. ഇതെല്ലാം നജസാണ്. ഈ സിബാഉൽ ബഹായിമു എന്ന് പറഞ്ഞതാ, അത് ഈ എന്താണ്, ഹിംസ്ര ജീവി എന്ന് പറഞ്ഞാൽ തേറ്റപ്പല്ല് കൊണ്ട് എര പിടിക്കുന്ന ജീവിക്കാണ് അത് പറയാ. സിംഹം, എന്താണ്, കരടി, പുലി, ഇതൊക്കെ അതിന്റെ ഈ പല്ലുണ്ടല്ലോ, രണ്ടു വശത്തുള്ള നീണ്ട പല്ല്, അത് ഉപയോഗിച്ചാണ് അതിന്റെ ഇരയെ പിടിക്കുക. ചെറിയ ജീവികളല്ലേ പിടിക്കുക, അതിനാണ് സെബുഴ് എന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ, അപ്പൊ പൂച്ചയൊന്നും എന്താണ് അതിൽ പെട്ടതല്ല. അപ്പൊ അത് നജസാണ്. അപ്പൊ അതിന്റെ ബാക്കി വെള്ളം കൊണ്ട് എന്താക്കാൻ പറ്റൂല, ഒതെടുക്കാൻ പറ്റൂല. പിന്നെ വസൂറുൽ ഹിറത്തി, പൂച്ച. ഈ പൂച്ച എന്ന് പറഞ്ഞത് അഹ്ലിയായ, വീട്ടിൽ വളരുന്ന പൂച്ചയാണ്. കാട്ടുപൂച്ചയാണെങ്കിൽ നേരത്തെ പറഞ്ഞ സിബായിൽ പെട്ടതാണ്. അപ്പൊ വീട്ടിൽ വളരുന്ന പൂച്ച. ദജാജത്തിൽ മുഹല്ലാത്തി, അഴിച്ചു വിട്ട എന്താണ്, കോഴി, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, പൂവൻ കോഴിയാണെങ്കിലും പെണക്കോഴിയാണെങ്കിലും അതും. അതിങ്ങനെ എന്താണ്, മുഹല്ലാത്ത്, ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ ഒഴിച്ചു വിട്ടതാകുമ്പോ അടക്കം പോയിട്ട് ചിലപ്പോ നജസൊക്കെ കൊത്താൻ സാധ്യത ഉണ്ട്. വസിബാഇ ത്വയ്രി, പക്ഷികളിൽ നിന്നുള്ള എന്താണ്, ഇര പിടിക്കുന്ന ജീവികൾ എന്ന പോലെ. വമായസ്കുനുൽ ബുയൂത്ത, മാളങ്ങളിൽ താമസിക്കുന്ന ജീവികൾ. ഇതുപോലെ മിസുലുൽ ഹയ്യത്തി, പാമ്പിനെ പോലെ, വൽ ഫഹറത്തി, എലിയെ പോലെ. ഇതിന്റെയൊക്കെ സൂറ് മക്രൂഹുൻ, അതുകൊണ്ട് ഒതുണ്ടാക്കൽ കറാഹത്താണ്, താഹിറാണ്, പക്ഷെ കറാഹത്താണ് എന്നാ. അപ്പൊ അവിടെ സിബാഉ തുയൂർ എന്ന് പറഞ്ഞു. നമ്മൾ സിബാഉൽ ബഹായിമ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞത് അതിന്റെ തേറ്റപ്പല്ല് കൊണ്ട് ഇര പിടിക്കുന്നത്. സിബാഉ ത്വയ്റോ, അത് ഈ അതിന്റെ എന്താണ്, അതിന്റെ നഖം എന്നല്ലേ പറയാ, അതുകൊണ്ട് ഇര പിടിക്കുന്നത്. ഈ പരുന്തിന്റെ ഒക്കെ എന്താണ്, കാലിലെ നഖം, അത് വെച്ചിട്ടാണ് എന്ത്, കോഴിക്കുഞ്ഞിനെയൊക്കെ അങ്ങനെ പിടിച്ചെടുത്ത് കൊണ്ടുപോവുക. അപ്പൊ അതാണ് സിബാഉ ത്വയ്ർ എന്ന് പറയുന്നത്. കഴുകന്, പരുന്ത്, ഇതെല്ലാം സിബാഉ ത്വയ്റിൽ പെട്ടതാണ്. കുല്ലു ദീ മെഹ്ലബിൻ യസീദു ബിഹി എന്നാണ്. മെഹ്ലബുള്ള, അതിന്റെ കാലില് നഖമുള്ളത്, ആ നഖം ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടാണ് അതിന് ചെറിയ ജീവികളെ പിടിച്ചെടുത്ത് കൊണ്ടുപോവുക. അപ്പൊ അതല്ല. അപ്പൊ സിബാഉ ത്വയ്റിൽ പെട്ടാണ് കാക്കയൊക്കെ അങ്ങനെ പിടിക്കുന്ന സാധനം. അപ്പൊ അതിന്റെ എന്താണ്, അപ്പൊ ബക്കറ്റിൽ വെള്ളം കോരി വെച്ചു, അപ്പൊ കാക്ക ഒന്ന് തലയിട്ട്, എന്നാൽ ഇനി അതിന്റെ ബാക്കി വെള്ളം കൊണ്ട് ഒതുകൊടുക്കല് കറാഹത്താണ്. ഒമായസ്കുനുൽ ബുയൂത്ത, ബൈത്ത് എന്ന് പറഞ്ഞാൽ മാളം എന്നാണ്, പൊനം മാളം എന്നൊക്കെ പറയൂലേ. മിസുലുൽ ഹയ്യത്തി വൽ ഫഹറത്തി, അത് മക്രൂഹ് എന്ന് പറഞ്ഞാൽ അത് താഹിറാണ്, മുത്തഹിറുമാണ്. ശുദ്ധിയ ഒതെടുത്താൽ ശരിയാവും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഉപയോഗിക്കൽ കറാഹത്താണെന്ന് പറഞ്ഞത് സാധാരണഗതിയിൽ ഫിഖിന്റെ ഹനഫി ഫിഖിന്റെ കിതാബിൽ യുക്റഹു മക്രൂഹുൻ എന്നൊക്കെ പറഞ്ഞാല് കറാഹത്ത് തഹരീമാണ്. ഇത്ലാഖിൽ യുക്റഹു മക്രൂഹുൻ എന്നൊക്കെ പറഞ്ഞാല് കറാഹത്ത് തഹരീമാണ്. പക്ഷെ ഇവിടെ കറാഹത്ത് തൻസീഹാണ്. അപ്പൊ അത് മക്രൂഹുൻ എന്ന് മുത്തൂനുകളിൽ പറഞ്ഞാല് അതിന്റെ ഷറഹ് നോക്കിയിട്ട് ഉറപ്പുവരുത്തണം, ഇത് കറാഹത്ത് തൻസീഹാണോ തഹരീമാണോ അല്ലാതെ. ഇവിടെ ലുബാബിൽ പറഞ്ഞിട്ടുണ്ട്, മക്രൂഹുൻ ഇസ്തിഅമാലുഹു തൻസീഹൻ ഫിൽ അസഹി,
പിന്നെ അത് വേറെ വെള്ളം ഉണ്ടെങ്കിലാണ് കറാഹത്താണ് എന്ന് പറഞ്ഞത്. വേറെ വെള്ളം ഉണ്ടെങ്കിലാണ്. വേറെ വെള്ളം ഇല്ലെങ്കിലോ? വേറെ വെള്ളം ഇല്ലെങ്കിൽ കറാഹത്തില്ല. നിലത്ത് വേറെ വെള്ളം ഇല്ല, തലയിട്ട വെള്ളം തന്നെ ഉള്ളു, എന്നാ പിന്നെ അതുകൊണ്ട് അതുണ്ടാക്കല് കറാഹത്തുമില്ല. ഇനി വസൂറുൽ ഹിമാരി വൽ ബഗലി. ഹിമാർ എന്ന് പറഞ്ഞാൽ കഴുത വെള്ളം കുടിച്ചതിന്റെ ബാക്കി. ബഗല് എന്ന് പറഞ്ഞാല് കോവർ കഴുത എന്നല്ലേ. അത് കുതിരയും കഴുതയും കൂടി ഇണ ചേർന്നുണ്ടാകുന്നതാണ്. അതിന്റെ തള്ള എന്താണ്? പെൺകഴുതയായിരിക്കും. അപ്പൊ അതാണ് ബഗല് എന്ന് പറയുന്നത്. ഇതൊക്കെ കുടിച്ചതിന്റെ വെള്ളത്തിന്റെ ബാക്കി വെള്ളം മഷ്കൂക്കും ഫീഹിമ, അത് അതിന്റെ തഹാറ, പിന്നെ അത് മുത്തഹിറാണോ എന്നതിൽ സംശയമുണ്ട്. അതുകൊണ്ട് ഒതുണ്ടാക്കിയാല് അത് ശരിയാവോ? അപ്പൊ നമ്മൾ ഇതുവരെ താഹിറുൻ എന്ന് പറഞ്ഞിടത്ത് മുത്തഹിറുമാണ് എന്നാ. ഒതുണ്ടാക്കാന്നല്ലേ പറഞ്ഞു, മുത്തഹിറും കൂടിയാണ്. ഇത് മുത്തഹിറാണോ എന്നതിൽ സംശയമുണ്ട്. താഹിറാണെന്നുള്ളതിൽ സംശയമില്ല എന്ന് ഹിദായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അസഹ അങ്ങനെയാണ്. അപ്പൊ ഇത് മുത്തഹിറാണോ എന്ന് അതിന്റെ തുഹൂരിയത്തിലാണ്, എന്ത് തഹാറത്തിലല്ല. അപ്പൊ വേറെ വെള്ളം ഇല്ലെങ്കിൽ എന്താക്കും? ഫൈലം യജിദ് ഗൈറഹുമാ. അപ്പൊ ഈ സൂറുൽ ഹിമാറും സൂറുൽ ബഗലും അല്ലാതെ വേറെ വെള്ളം ഇല്ലെങ്കിൽ എന്താക്കുക? തവല്ല ബിഹിമ, അത് രണ്ടും കൊണ്ട് ഒതുണ്ടാക്കുക. എന്നിട്ട് തയമ്മ, പിന്നെ തയമ്മവും ചെയ്യുക എന്നാ. ഈ രണ്ടും കൊണ്ട് ഒതുണ്ടാക്കണം. അതായത് രണ്ടും കുടിച്ചതിന്റെ ബാക്കി വെള്ളമുണ്ട്, അല്ല ഒന്ന് കുടിച്ചതിന്റെ ബാക്കി വെള്ളം അതന്നെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒതുണ്ടാക്കണം, പിന്നെ തയമ്മം ചെയ്യും വേണം. പിന്നെ വബി അയ്യീമ ബദ ജാസ, അതിൽ ഏതുകൊണ്ട് തുടങ്ങിയാലും കുഴപ്പമില്ല. ഏത്? ആദ്യം തയമ്മം ചെയ്തു, പിന്നെ ഇതുകൊണ്ട് ഒതുണ്ടാക്കി, അല്ലെങ്കിൽ ആദ്യം എന്ത് ചെയ്തു? അയ്യഹുമ കദ്ദമ ജാസ. അതെ. അപ്പൊ ആദ്യം തയമ്മം ചെയ്തു, പിന്നെ ഒതുണ്ടാക്കി, അല്ലെങ്കിൽ ആദ്യം ഒതുണ്ടാക്കി പിന്നെ തയമ്മം ചെയ്തു, രണ്ടായാലും കുഴപ്പമില്ല ഫില്ല സഹി. അപ്പൊ ഇങ്ങനത്തെ സ്ഥലത്ത് ഒതുകൊടുക്കാൻ വേണം, തയമ്മം ചെയ്യും വേണം എന്നർത്ഥം. അത് ഈ രണ്ടിനും സൂറിന് മാത്രമേ ഉള്ളൂ. സൂറുൽ ഹിമാറും സൂറുൽ ബഗലും ആവുമ്പോഴാണ് അങ്ങനെയുള്ളത്. അതിന് മാത്രമേ ഉള്ളൂ. ഇനി ഒളുവിന്റെ തഹാറത്ത് അത് കഴിഞ്ഞ് ഇനി